എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ലീഫ് വില്ലേജ് ആണ് കാണിക്കുക. ആരൊക്കെയോ ഇപ്പൊ ലീഫ് വില്ലേജിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു സ്ഥലം അത് നിഞ്ച ട്രെയിനിങ് സെന്റർ ആയിരുന്നു. ഫോർത്ത് നിഞ്ച വാർ അതിനുശേഷമാണ് ഇതൊരു മോഡേൺ നിഞ്ച അക്കാദമിയാക്കി മാറ്റിയത്. ഇവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ബൊറൂട്ടോയെയും ഷിക്കഡോയെയും ഒരുപാട് സ്റ്റുഡൻസുകളെയൊക്കെ കാണിക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഫുൾ പവറിൽ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. അവൻ വമ്പ സ്റ്റൈലില് ഞാനാണ് ബൊറൂട്ടോ ഉസുമാക്കി എന്നൊക്കെ പറഞ്ഞ് അവന്റെ സ്ഥലത്ത് പോയിരിക്കും. ബൊറൂട്ടോ അവൻ ഹൊക്കാഗ നറൂട്ടോയുടെ മകനാണെന്നറിഞ്ഞ് എല്ലാവരും ഇപ്പൊ ബൊറൂട്ടോയെ തന്നെയായിരിക്കും നോക്കുക. ബറൂട്ടോ ആണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ട് ഡെങ്കിയോട് പറയും, ഞാൻ ചെയ്ത മിസ്റ്റേക്കിന് 2 ആഴ്ച എന്നെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല എന്റെ അമ്മ ഹിനട്ട അമ്മ എന്നെ കൊണ്ട് ഒരുപാട് ബുക്സ് വായിപ്പിച്ചു, ഒത്തിരി ഹോംവർക്സ് ചെയ്യിപ്പിച്ചു, ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് എന്നെ കൊല്ലാക്കൊല ചെയ്തു എന്ന് പറഞ്ഞ് അവൻ ബെഞ്ചിൽ ആഞ്ഞടിക്കും. അപ്പൊ ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ ബൊറൂട്ടോയെ നോക്കി കുശുകുശുക്കാൻ തുടങ്ങും. ആക്ച്വലി ഇവൻ വലിയൊരു മിസ്റ്റേക്ക് അല്ലേ ചെയ്തേ, എന്നിട്ട് വെറും 2 ആഴ്ച മാത്രം അവനെ സസ്പെൻഡ് ചെയ്തു. ഒരു പക്ഷേ അവൻ ഹൊക്കാഗയുടെ മകനായതുകൊണ്ടായിരിക്കാം അവൻ ഇങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടിയത്. അത് കേട്ട് ബൊറൂട്ടോയ്ക്ക് ഒരുപാട് വിഷമാവും. അതിന് ഷിക്കഡോ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, അവരെന്തോ പറയട്ടെ, നീ അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. ബറൂട്ടോ പറയും, ഇപ്പോഴത്തെ എന്റെ ടെൻഷൻ അതൊന്നും അല്ല, ഞാൻ ബുക്ക് എടുക്കാൻ മറന്നുപോയി, കാലം എനിക്ക് നിന്റെ ബുക്ക് തായോന്ന് പറഞ്ഞ് അവനിപ്പോ ഷിക്കഡോയുടെ ബുക്ക് പിടിച്ച് വലിക്കാൻ തുടങ്ങും. ഷിക്കഡോ ആണെങ്കിൽ അവന്റെ ബുക്ക് വിട്ടുകൊടുക്കില്ല. അങ്ങനെ രണ്ടുപേരും പിടി വലി ഇടി. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്ലാസ്സില് ചോച്ചോന്ന് പറയുന്ന ഒരു സുന്ദരി പെണ്ണ്. ഇവള് മറ്റാരും അല്ല, സാക്ഷാൽ ചോച്ചിയുടെ മകളാണ്. അടുത്തതായിട്ട് മറ്റൊരു സുന്ദരി പെണ്ണ്, ഇവളുടെ പേരാണ് സാറട. അവള് സാസുകയുടെയും സാക്കുറയുടെയും മകളാണ്. അതിനടുത്തായി ഒരു കണ്ണട വെച്ച പെൺകുട്ടി, അവള് ക്ലാസ് ഹെഡ് ആണ്. മാത്രമല്ല നമ്പർ 1 പഠിപ്പി. ചോച്ചോ ബറൂട്ടോയെ നോക്കി പറയും, അവൻ ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഈനോജിൻ എന്നു പേരുള്ള മറ്റൊരുത്തൻ ഇപ്പൊ ക്ലാസ്സിലേക്ക് വരും. ഇവൻ ഈനോയുടെയും സായുടെ മകനാണ്. ഈനോജിൻ അവിടേക്ക് വന്ന് ഇപ്പൊ ബറൂട്ടോയെ നോക്കി പറയും, നീ ഹൊക്കാഗയുടെ മകനായതുകൊണ്ടല്ലേ ഇത്രയും വികൃതി നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത്. അതിന് ബറൂട്ടോ പറയും, ഈനോജി നീ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഒരിക്കലും എന്റെ അച്ഛന്റെ പേരിൽ ഒരു ബെനിഫിറ്റും നേടാനായി ശ്രമിച്ചിട്ടില്ല. അത് ഈനോജിൻ പറയും, ഐ എം സോറി. നിനക്കറിയാലോ എനിക്ക് പ്രത്യേകിച്ച് ഇമോഷൻസ് ഫീലിങ്സ് അങ്ങനെ ഒന്നും ഇല്ല എന്ന്. ഈനോജിൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി ഇപ്പൊ ബറൂട്ടോട് ചോദിക്കും, നിന്റെ സ്ഥാനത്ത് മറ്റേതെങ്കിലും സ്റ്റുഡൻസ് ആണ് ഇതുപോലെ ട്രെയിനുമായി വന്ന് പല സാധനങ്ങളും ഇടിച്ചു തകർത്തതെങ്കിൽ അവർക്ക് എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കുക. അത് കേട്ട് ഷിക്കഡായി അവൻ ടെൻഷനാവും. ഈനോജിൻ ഓൾറെഡി നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇതന്നെ ചോദിക്കണേ. ബറൂട്ടോ അവനെ ചേർത്ത് പിടിച്ച് പറയും, പണ്ട് നമ്മുടെ പാരൻസ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവരിപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട്. സോ നമ്മളും ഇന്നു മുതൽ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ബറൂട്ടോ അവനിപ്പോ ഈനോജിന് നേരെ കൈ നീട്ടും. പക്ഷെ ഈനോജിൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇപ്പൊ ബൊറൂട്ടോയുടെ കൈ അത് തട്ടി മാറ്റും. അതിനാ ക്ലാസ് റെപ്രസെന്റ് പെണ്ണ് അവൾ ടെൻഷനാവും. നമ്മളെല്ലാവരും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ, സോ നമ്മളെല്ലാവരും ഇനി ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. സോ ആരും പരസ്പരം വെറുപ്പൊന്നും വെക്കാതെ ഒന്നിച്ച് നിൽക്കണം എന്നവൾ പറയുമ്പോ മാസ്റ്റർ ഷിനോ ക്ലാസ്സിലേക്ക് വരും. ഷിനോയുടെ പുതിയ സ്റ്റൈല് അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. കട്ട് ചെയ്ത അക്കാദമിയിലേക്ക് വന്ന കുട്ടികൾ അവരിപ്പോ അവരുടെ സ്ട്രെങ്ത് ആണ്, അവരുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് ഒന്നൊന്നായി കാണിക്കാൻ തുടങ്ങും. ബറൂട്ടോ ആണെങ്കിൽ എടുത്തു ചാടിയും തലകുത്തി മറിഞ്ഞും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് കാണിക്കും. അങ്ങനെ എല്ലാവരുടെയും സ്കിൽസ് ഒക്കെ അവർ കറക്റ്റായിട്ട് കാണിക്കും. അത് കഴിഞ്ഞ് ഡെങ്കി അവൻ ഓടി ബറൂട്ടോയുടെ അടുത്തേക്ക് വരും. ബറൂട്ടോ നീ ശരിക്കും അടിപൊളിയായിരുന്നു, നീ ടോട്ടൽ സ്കിൽസില് നിനക്ക് 2ാം സ്ഥാനമുണ്ട്. അത് കേട്ട് ബറൂട്ടോ അവൻ ഷോക്കാവും. സെക്കൻഡ് പൊസിഷനോ? അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്? ബറൂട്ടോ ഉടനെ ആ ലിസ്റ്റ് ചെക്ക് ചെയ്യും. അതില് ഫസ്റ്റ് പൊസിഷനിലുള്ളത് യുവാബെ എന്ന് പേരുള്ള ഒരു പയ്യനാണ്. അവൻ ആരാണെന്ന് അവരോട് അന്വേഷിക്കും. പക്ഷെ അവർക്ക് അവനെ കണ്ടെത്താൻ കഴിയില്ല. അതിനുശേഷം തിരികെ ക്ലാസ്സിലേക്ക് എത്തി നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് ബൊറൂട്ടോ പറയും. അത് കേട്ട് സ്റ്റുഡൻസ് അവർ ടെൻഷനായിട്ട് പറയും, അയ്യോ വേണ്ട വേണ്ട, ഞങ്ങള് ഹോസ്റ്റലിലേക്ക് പോവാണ്. അപ്പോഴായിരിക്കും ബെഞ്ചുകൾക്കിടയിൽ കിടന്നുറങ്ങുന്ന ഇവാബയെ നമ്മുടെ ആൾക്കാർ കാണുക. ബറൂട്ടോ ഓടി വന്ന് ഇവാബയോട് ചോദിക്കും, നീയാണല്ലേ ഇവാബെ, നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ? അതിനവൻ ദേഷ്യപ്പെട്ട് ബറൂട്ടോട് പറയും എന്നെ കൊണ്ട് പറ്റില്ല, നിന്നെ പോലെ ഹൊക്കാഗയുടെ മകനുമായിട്ടൊന്നും ഞാൻ ഫ്രണ്ട് ആവില്ല. ഉടനെ ബൊറൂട്ടോ അവൻ ക്യാഷ്വലായിട്ട് പറയും, നീ ഹൊക്കാഗയുടെ മകനായി കാണണ്ട, എന്നെ ബൊറൂട്ടോ ആയി കണ്ടാ മതി. ഇവാബെ അവനിപ്പോ ബൊറൂട്ടോയെ തൂക്കിയെടുത്ത് അങ്ങനെ വലിച്ചെറിയും. ഇവാബ് പറയും, നിന്റെ അച്ഛന്റെ മേന്മയോ
നിന്റെ പഠിക്കുന്നതിനുള്ള സ്കില്ലോ ഇതൊന്നുമല്ല. ഈ ഒരു നിഞ്ച വേൾഡിന് ആവശ്യം അത് പവർ മാത്രമാണ്. എന്റെ അത്രയും പവർ നിനക്കില്ല. അതിന് ഡെങ്കി ചോദിക്കും, നീ 2 തവണ എക്സാമിൽ തോറ്റതുകൊണ്ടല്ലേ നീ ഇത് പറയുന്നേ? ഫോർത്ത് നിഞ്ചാവാറ് അത് അവസാനിപ്പിച്ച് ഈ ലീഫ് വില്ലേജിന്റെ 7th ഹൊക്കാഗെയായി മാറിയ ആളാണ് ബൊറൂട്ടോയുടെ പപ്പ, സാക്ഷാൽ നറൂട്ടോ. ഞാൻ പോലും ബൊറൂട്ടോയെ മാതൃകയാക്കിയാണ് ഈ ഒരു അക്കാദമിയിൽ ചേർന്നത്. അത് കേട്ട് ഇവാബെ ഇപ്പൊ ഡെങ്കിയെ അങ്ങനെ കോളറിൽ പിടിച്ച് തൂക്കിയെടുക്കും. നീ ഫൈറ്റ് ചെയ്ത് എന്നോട് ജയിക്ക്. അത് കണ്ട ബൊറൂട്ടോ അവൻ ചാടി വന്ന് ഇവാബെ ചവിട്ടി തെറിപ്പിക്കും. അതിനുശേഷം ഇപ്പൊ ബൊറൂട്ടോ അവൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത മറ്റൊരു ഷിനോബി ടീച്ചർ ഇപ്പോ ഷിനോയുടെ അടുത്തേക്ക് വരും. ആ ടീച്ചർ പറയും, ബൊറൂട്ടോ അവൻ വന്ന ഫസ്റ്റ് ഡേ തന്നെ സസ്പെൻഡിലായല്ലേ. ഞാനൊരിക്കലും ബറൂട്ടോയുടെ ടീച്ചറായിട്ട് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോ ഷിക്കം ഒരു ക്ലാസ്സിലേക്ക് വരും. ക്ലാസ്സിലാണെങ്കിൽ ആരും ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ സ്റ്റുഡൻസ് എല്ലാവരും ബറൂട്ടോയുടെയും ഇവാബയുടെയും ഫൈറ്റ് കാണാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇവാബയും ബറൂട്ടോയും ഒരു വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ ചാടി നിൽക്കും. ഇവാബ ബറൂട്ടോട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഡെങ്കി അവൻ പറയും, ഇതിനൊക്കെ കാരണക്കാരൻ ഞാനാണ്. ഞാൻ കാരണമാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നത്. അതിന് ഷിക്കഡോ പറയും, ഒരിക്കലുമല്ല, ഇവാബെ അവനാണ് ബറൂട്ടോയെ ചാലഞ്ച് ചെയ്തത്. സോ ഈ ഒരു ഫൈറ്റ് അത് നടന്നേ പറ്റൂ. പക്ഷെ ഫൈറ്റ് നടന്ന ഉറപ്പായിട്ടും ഒരു സസ്പെൻഷൻ അത് കിട്ടും. കട്ട് ചെയ്ത അടുത്ത സെക്കൻഡ് ഇവാബയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഒരിഞ്ഞ അട്ടിയിട്ടി ഫൈറ്റ്. ഇവാബയാണെങ്കിൽ ചാടി വീണും കാരണം മറിഞ്ഞൊക്കെ ബറൂട്ടോയെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ബറൂട്ടോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് ഓടുകയാണ്. ഇവിടെ പെൺപിള്ളേരാണെങ്കിൽ സ്നാക്സ് ഒക്കെ കഴിച്ച് ഒരുപാട് എൻജോയ് ചെയ്തായിരിക്കും ആ ഫൈറ്റ് കാണാൻ. ചോയ്ക്കാണെങ്കിൽ ബറൂട്ടോയെ കുറച്ച് ഇഷ്ടമാവും. ഇവിടെ ബറൂട്ടോ അവൻ ഓടി വന്ന് ഒരുപാട് ഷുരീങ്കൻ അത് ഇവാബയ്ക്ക് നേരെ വലിച്ചെറിയും. എന്നിട്ട് ഒരു ചുമരിന് പിന്നില് അങ്ങനെ പോയി ഒളിച്ചു നിൽക്കും. പക്ഷെ ഇവാബെ അവൻ കറങ്ങി വന്ന് ബറൂട്ടോയെ പൊക്കിയെടുത്ത് താഴെ ഒരൊറ്റ അടി. പക്ഷേ അത് ബൊറൂട്ടോയുടെ ക്ലൗൺ ആണ്. റിയൽ ബൊറൂട്ടോ അവനിപ്പോ സേഫാണ്. ബൊറൂട്ടോ അവൻ ഓരോ ചുമരിന്റെ പിന്നിലും ഓരോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവൻ ഓടി വന്ന് ആ വില്ലൻ ചെക്കനെ ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ അവന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടും. എന്നിട്ട് ഒരു തൂണിലൂടെ വന്ന് ഇപ്പൊ ബറൂട്ടോയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. പക്ഷെ ഞൊടിയിടയിൽ ആ ഒരു ബൊറൂട്ടോയും അവിടെ ഇല്ലാതാവും. അത് ബൊറൂട്ടോയുടെ മറ്റൊരു ക്ലൗണാണ്. ബൊറൂട്ടോ റിയൽ വില്ലനെ അവനെ കണ്ടുപിടിക്കും. ബൊറൂട്ടോ പറയും, നിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സു അത് അട്ടിപ്പൊളിയായിട്ടുണ്ട്. അതിനാ വില്ലൻ ചക്കൻ പറയും, നിന്റെ ക്ലൗൺസും അട്ടിപ്പൊളിയായിട്ടുണ്ട്. ബറൂട്ടോ വീണ്ടും അവന്റെ 4 ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് ഇവാബിയുടെ തൊട്ടടുത്തേക്ക് വരും. അത് കണ്ട ഇവാബി അവൻ അങ്ങനെ കറങ്ങി ആ 4 ക്ലൗൺസിനെയും തകർത്തില്ലാതാക്കും. ആ വില്ലൻ ചക്കൻ ഇവാബെ അവനാണെങ്കിൽ ഒരു സ്മോക്ക് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്ത് അവിടുന്ന് രക്ഷപ്പെടും. ഇവിടെ ഡെങ്കി അവൻ പറയും, നറൂട്ടോ വെറുതെ അവന്റെ ചക്ര പവർ വേസ്റ്റ് ആക്കാണ്. വെറുതെ ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടിട്ട് യാതൊരു കാര്യവുമില്ല. സ്മോക്ക് സ്ക്രീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ബറൂട്ടോയ്ക്ക് അവനെ കാണാൻ കഴിയില്ല. ഇവാബയുടെ ശബ്ദം മാത്രമായിരിക്കും ഇപ്പൊ ബറൂട്ടോ കേൾക്കുക. നീ ഹൊക്കാഗയുടെ മകനാണ്. ആ ബേസിൽ മാത്രമാണ് നീ ഇവിടേക്ക് എത്തിയത്. അതിന് ബൊറൂട്ടോ പറയും, നിനക്ക് ആക്ച്വലി കുറച്ച് ഫൈറ്റിംഗ് സ്കില്ലുണ്ട്. അതല്ലാതെ നിനക്ക് മറ്റൊന്നുമില്ല. പഠിക്കാതെ പണ്ടനായി ഇരുന്നതുകൊണ്ടാണ് നീ വീണ്ടും ഒറ്റ തൊപ്പിയിട്ടതെന്ന് ബൊറൂട്ടോ അവനെ കളിയാക്കും. അത് ഇവാബയ്ക്ക് അവൻ സഹിക്കാൻ കഴിയില്ല. അവനാണെങ്കിൽ അവന്റെ കലി കടിച്ചമർത്തും. ഇവാബ വീണ്ടും ഫുൾ സ്ട്രെങ്തില് ബൊറൂട്ടോയ്ക്ക് നേരെ അങ്ങനെ എടുത്ത് ചാടും. പക്ഷെ നമ്മുടെ ചെക്കൻ പൊളിയാണ്. അവൻ ഓരോ തവണ എടുത്ത് ചാടുമ്പോഴും ബൊറൂട്ടോ അവന്റെ ക്ലൗണിനെ ഉപയോഗിച്ച് രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ പറയും, എല്ലാവരും അവരുടെ കഴിവ് ഉപയോഗിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത്. അതിനവൻ അവന്റെ സ്റ്റിക്ക് എടുത്ത് ഇപ്പൊ എർത്ത് സ്റ്റൈൽ ഉപയോഗിച്ച് ബൊറൂട്ടോയെ അറ്റാക്ക് ചെയ്യാണ്. അവന്റെ ചുറ്റിക അതെടുത്ത് ഇപ്പൊ ബൊറൂട്ടോയെ അടിക്കാൻ തയ്യാറാവും. അപ്പോഴായിരിക്കും ഒരു പക്ഷി അവിടേക്ക് വന്ന് ആ ചുറ്റിക തട്ടിയെടുത്ത് അവിടുന്ന് പറന്നു പോവാ. അത് മറ്റാരും ക്രിയേറ്റ് ചെയ്തതല്ല, ഈനോജി ക്രിയേറ്റ് ചെയ്തതാണ്. ഈനോജിനിപ്പോ അവനോട് ചോദിക്കും, നീയല്ലേ പറഞ്ഞത് ഇത് വെപ്പൻ ഉപയോഗിക്കാത്ത ഒരു ഫൈറ്റ് ആണെന്ന്? എന്നിട്ട് അതേ നീ തന്നെ ഇപ്പൊ വെപ്പൻ യൂസ് ചെയ്യാണോ? അത് കേട്ട് അവൻ തല താഴ്ത്തി നിൽക്കും. അവൻ ബൊറൂട്ടോട് പറയും, ഈ ഫൈറ്റില് നീ ജയിച്ചിരിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും ഇപ്പൊ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മുടെ ബൊറൂട്ടോയോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ
അവരെയൊക്കെ കണ്ട് ഭയങ്കര സന്തോഷം. ഇവിടെ ചോച്ചോ ആണെങ്കിൽ ആ ക്ലാസ് റെപ്രസെന്റേറ്റീവ് പെണ്ണ് അവളോട് ചോദിക്കും, നിനക്ക് ആക്ച്വലി ബൊറൂട്ടോയെ കുറച്ച് ഇഷ്ടമാണല്ലേ? അതിനവള് പറയും, അയ്യോ എനിക്ക് അങ്ങനൊന്നുമില്ല, ഞാൻ ഈ ക്ലാസ് റെപ്പല്ലേ, സോ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. അതിനുശേഷം ഇവാബെ അവനിപ്പോ ബൊറൂട്ടോട് വന്ന് സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയായി ഷിനോയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.